ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഉത്തരപർവ്വതനിര പാർട്ട് 4. ഉത്തരപർവ്വതനിര ഉത്തരപർവ്വതനിര മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. ട്രാൻസ് ഹിമാലയം മൂന്നെണ്ണമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്: കാരക്കോറം, ലഡാക്ക്, സസ്കർ. ട്രാൻസ് ഹിമാലയ ഏതൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഹിമാലയം മൂന്നായിട്ട്: ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. കിഴക്കൻ മലനിരകൾ 5ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്: പത്കായി, നാഗ കുന്നുകൾ, മിസോ കുന്നുകൾ, കാസി, ഖാരോ, ജയന്തിയ കുന്നുകൾ. ഓക്കെ, ഹിയർ യു ക്യാൻ സി ആരവല്ലീസ്, സുലൈമാൻ റേഞ്ച്, ഹിന്ദുകുഷ്, പാമിർ നോട്ട്, കുൻലുങ് MTS, കാരക്കോറം റേഞ്ച്, ലഡാക്ക് റേഞ്ച്, പിർപ്പഞ്ചൽ റേഞ്ച്, സസ്കർ റേഞ്ച്, കൈലാഷ് റേഞ്ച്, മിഡിൽ ഹിമാലയാസ്, ഗ്രേറ്റ് ഹിമാലയാസ്, ഗാരോ, ഗാസി, ജയന്തിയ ഹിൽസ്, നാഗ ഹിൽസ്, പത്കൈ ബുമ്മ്, മിസോ ഹിൽസ്. ഓക്കെ, ദീസ് ആർ ഷിവാലിക്സ്. ഓക്കെ, ഹിമാചൽ നിരയുടെ ശരാശരി ഉയരം എത്രയാണ്? 3000 മീറ്റർ ആണ്. ഹിമാചൽ നിരയുടെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 3000 മീറ്റർ. ഹിമാദ്രിയുടെ തെക്കു ഭാഗത്തായി ഹിമാചൽ നിര സ്ഥിതി ചെയ്യുന്നു. ലെസർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? ഹിമാചൽ, ഹിമാദ്രി, ശിവാലിക്സ്, അങ്ങനെയല്ലേ? സോറി, ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്സ്. സോ നടുവിലുള്ളതാണ് ഹിമാചൽ. ഓക്കെ, ഹിമാചൽ നിരയുടെ ശരാശരി ഉയരം 3000 മീറ്റർ. ഹിമാദ്രിയുടെ തെക്കു ഭാഗത്തായി ഹിമാചൽ നിര സ്ഥിതി ചെയ്യുന്നു. ലെസർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? ഹിമാചലാണ്. പീർ പാഞ്ചൽ, ജമ്മു കാശ്മീർ. ദൗലധർ, ഹിമാചൽ പ്രദേശ്. നാഗാതിബ, ഉത്തരാഖണ്ഡ്. മഹാഭാരത, നേപ്പാൾ എന്നിവയാണ് ഹിമാചൽ നിരയിലെ പ്രധാന പർവ്വത നിരകൾ. ഓക്കെ, ട്രാൻസ് ഹിമാലയാസ്, കശ്മീർ, പീർ പാഞ്ചൽ, ദൗലാധാർ ഹിമാചൽ പ്രദേശ്. നാഗ് ടിബ്ബ എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ്. മഹാഭാരത റേഞ്ച് നേപ്പാള്, കാഠ്മണ്ഡു വാലി. ഓക്കെ, ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട നിരവധി സുഖവാസ കേന്ദ്രങ്ങൾ ഹിമാചൽ നിരയിൽ സ്ഥിതി ചെയ്യുന്നു. ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട നിരവധി സുഖവാസ കേന്ദ്രങ്ങൾ ഹിമാചൽ നിരയിൽ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, അവ ഏതൊക്കെയാണ് നോക്കാം. ഷിംല എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ് ഷിംല, ഹിമാചൽ പ്രദേശ്. കുളു മണാലി ഡൽഹൌസി എവിടെയാണ്? ഹിമാചൽ പ്രദേശാണ്. അപ്പോൾ ധർമ്മശാല ഹിമാചൽ പ്രദേശ്. അപ്പോൾ ഹിമാചൽ പ്രദേശിൽ 3 ഉള്ളത്. ഏതൊക്കെയാണ്? ഷിംല, കുളു മണാലി, അതുപോലെ ഡൽഹൌസി, ധർമ്മശാല ഹിമാചൽ പ്രദേശാണ്. അടുത്ത മസൂരി നൈനിറ്റാൾ ഉത്തരാഖണ്ഡിലാണ്. അൽമോറ റാണിഘട്ട് ഉത്തരാഖണ്ഡിലാണ്. കസൗനി ഉത്തരാഖണ്ഡിലാണ്. ഏതൊക്കെയാണ്? മസൂരി, നൈനിറ്റാൾ, അൽമോറ, റാണിഘട്ട്, കസൗനി ഉത്തരാഖണ്ഡിലാണ്. ഓക്കെ, ഗുൽമർഗ്, സോനാമർഗ്, തവാങ് എവിടെയാണ്? ജമ്മു കാശ്മീർ, അരുണാചൽ പ്രദേശ്. ജമ്മു കാശ്മീർ ആൻഡ് അരുണാചൽ പ്രദേശ്. ഗുൽമർഗ്, സോനാമർഗ്, തവാങ്. ഡാർജിലിംഗ് വെസ്റ്റ് ബംഗാൾ ആണ്, പശ്ചിമ ബംഗാൾ. ഓക്കെ, മസൂരി ഉത്തരാഖണ്ഡ്. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന ഇതാണ്, മസൂരിയാണ്, ഉത്തരാഖണ്ഡിലെ മസൂരി. ഡാർജിലിംഗ് ഹിമാലയത്തിന്റെ റാണി ഡാർജിലിംഗ് ആണ്. കൊടൈക്കനാൽ സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി. അപ്പൊ യങ്ങാണ്, കൊടൈക്കനാലാണ് യങ്. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി കൊടൈക്കനാൽ. തമിഴ്നാട്ടിലെ പളനി കുന്നുകളിൽ ആണ് കൊടൈക്കനാൽ സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയത്തിലെ നിരവധി നദീ താഴ്വരകൾ ഹിമാചൽ നിരയിൽ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, വി ഷേപ്ഡ് വാലീസ് ആണ്. റിവർ കട്ട്സ് ഡൗൺ ആൻഡ് ഇറോഡ്സ് ഇറ്റ്സ് വാലി. വി ഷേപ്ഡ് വാലി, വി ഷേപ്പ് ആണ് ഇവിടെ ഉള്ളത്. അതുപോലെ ഇവിടെ നോക്കാം നമുക്ക്. ഇതാകണ്ടില്ലേ, വി ഷേപ്പിലാണ് വരുന്നത്. ഓക്കെ, കശ്മീർ താഴ്വര ജമ്മു കാശ്മീരിലാണുള്ളത്. സഞ്ചാരികളുടെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ഏതാണ്? സഞ്ചാരികളുടെ സ്വർഗം കശ്മീർ താഴ്വരയാണ്. ജമ്മു ആൻഡ് കാശ്മീരിലെ കശ്മീർ താഴ്വരയാണ്. സിന്ധു നദിയുടെ പോഷക നദിയായ ജലം നദിയുടെ അപരദന പ്രവൃത്തി വഴി രൂപപ്പെട്ട താഴ്വര ഏതാണ്? കശ്മീർ താഴ്വരയാണ്. കശ്മീർ താഴ്വരയെ സ്ഥിതി ചെയ്യുന്ന തടാകങ്ങൾ ഏതൊക്കെയാണ്? വൂളാർ തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? വൂളാർ തടാകമാണ്. അതെവിടെയാണ്? കശ്മീർ താഴ്വരയിലാണ്. ഓക്കെ, പിന്നെ ദാൽ തടാകം. അപ്പൊ കശ്മീർ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന തടാകങ്ങൾ വൂളാർ തടാകം, ദാൽ തടാകം. കശ്മീർ ഹിമാലയ താഴ്വരയിൽ കാണപ്പെടുന്ന പ്രസിദ്ധമായ മണ്ണിനം ആണ് ഖരേവ മണ്ണിനം. ഓക്കെ, ഹിമാനികളും നദിയിലെ അവസാദങ്ങളും ചേർന്ന് രൂപപ്പെടുന്ന മണ്ണിനമാണ് ഖരേവ. കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് ഖരേവ. കുളു താഴ്വര എവിടെയാണുള്ളത്? ഹിമാചൽ പ്രദേശിലാണ് കുളു താഴ്വര.
ദൈവങ്ങളുടെ താഴ്വര എന്ന് വിശേഷിക്കപ്പെടുന്നു. ഏതാണ് ദൈവങ്ങളുടെ താഴ്വര? ഏതാണ്? കുളു താഴ്വരയാണ്, ഹിമാചൽ പ്രദേശിലെ കുളു താഴ്വര. സിന്ധു നദിയുടെ പോഷക നദിയായ ബിയാസ് നദിയുടെ അപരദന പ്രവൃത്തി വഴി രൂപപ്പെടുന്ന താഴ്വരയാണ് കുളു താഴ്വര. മറ്റു പ്രസിദ്ധമായ താഴ്വരകൾ. ഓക്കെ, ലാഹുൽ സ്പിതി താഴ്വര ഹിമാചൽ പ്രദേശിലെയാണ്. ലാഹുൽ സ്പിതി താഴ്വര. ചമ്പ താഴ്വര എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. കൻഗ്ര താഴ്വര എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ഹിമാലയൻ പിരമിഡ് എന്നറിയപ്പെടുന്ന മസൂർ റോക്കട്ട് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൻഗ്ര താഴ്വരയിലാണ്. ഹിമാലയൻ പിരമിഡ് എന്നറിയപ്പെടുന്ന മസൂർ റോക്കട്ട് സ്ഥിതി ചെയ്യുന്നത് കൻഗ്ര താഴ്വരയിലാണ്. ഹിമാചൽ നിരയിലെ പ്രസിദ്ധമായ പുൽമേടുകളാണ് ബുഗ്യാൽ ഉത്തരാഖണ്ഡ്, മർഗ് ജമ്മു കാശ്മീർ എന്നിവ. ഹിമാചൽ നിരയിലെ പ്രസിദ്ധമായ പുൽമേടുകളാണ് ബുഗ്യാല് ഉത്തരാഖണ്ഡ്, മർഗ് ജമ്മു കാശ്മീർ എന്നിവ. ഓക്കെ, പ്രകൃതിയുടെ സ്വന്തം പൂന്തോട്ടം എന്നറിയപ്പെടുന്ന പുൽമേടാണ് ബുഗ്യാൽ. പ്രകൃതിയുടെ സ്വന്തം പൂന്തോട്ടം എന്നറിയപ്പെടുന്ന പുൽമേടാണ് ബുഗ്യാൽ. സ്വർണ്ണ പുൽമേട് എന്നറിയപ്പെടുന്നത് സോനാമർഗ് ജമ്മു കാശ്മീർ. സ്വർണ്ണ പുൽമേട് എന്നറിയപ്പെടുന്നത് സോനാമർഗ് ജമ്മു ആൻഡ് കാശ്മീർ. ഓക്കെ, വേനൽക്കാലത്ത് ഹിമാലയത്തിലെ നിരവധി ഗോത്ര സമൂഹങ്ങൾ ഈ പുൽമേടുകളിൽ അധിവസിക്കുന്നു. ഉദാഹരണം ബോട്ടിയ, ലെപ്ച, മോൻപ, ഡഫ്ല, മിഷ്മി, അബോർ. ഹിമാലയത്തിൽ പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശിലെ ഹിമാലയ മേഖലകളിൽ അധിവസിക്കുന്ന ഗോത്ര വിഭാഗങ്ങൾ പിന്തുടരുന്ന കൃഷിരീതിയാണ് ജുമ്മിങ് കൃഷി. സ്ഥാനാന്തര കൃഷി, വെട്ടി ചൂട്ട് കൃഷി എന്നിവയുടെ വകഭേദമാണ് ജുമ്മിങ് കൃഷി. ഓക്കെ, ഇതേ കൃഷി രീതി പിന്തുടരുന്ന മറ്റ് വിഭാഗങ്ങൾ അധിവസിക്കുന്ന മേഖലയാണ് പൂർവാച്ചൽ. ഓക്കെ, നെക്സ്റ്റ് ശിവാലിക് ആണ്. ശിവാലിക് ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കു ഭാഗത്ത് കാണപ്പെടുന്നത് ഏറ്റവും ഉയരം കുറഞ്ഞതുമായ പർവ്വതനിരകളാണ് ശിവാലിക്. ശരാശരി ഉയരത്തിലാണ് ശിവാലിക്കിന്റെ 1220 മീറ്റർ ആണ്, 1220 മീറ്റർ. ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിര ശിവാലിക് ആണ്. ശിവാലിക് എന്ന വാക്കിന്റെ അർത്ഥം ശിവന്റെ തിരുമുടി ചുരുൾ എന്നാണ്. ഹിമാലയത്തിലെ ഏറ്റവും അധികം തുടർച്ച നഷ്ടപ്പെട്ട നിര ഏതാണ്? ശിവാലിക് ആണ്. ശിവാലിക് നിരകളിലെ പ്രധാനപ്പെട്ട കൃഷിരീതി തട്ടുതട്ടായ കൃഷിരീതിയാണ്, അതായത് ടെറസ് കൾട്ടിവേഷൻ. ശിവാലിക് നിരകളിൽ പ്രധാനമായി കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണ്? നെല്ല്, ഉരുളക്കിഴങ്ങ്, ചോളം. നെല്ല്, ഉരുളക്കിഴങ്ങ്, ചോളം. ഗംഗാ സമതലത്തിന് സമാന്തരമായി കാണപ്പെടുന്ന ഹിമാലയത്തിലെ ഭാഗം ഏതാണ്? ശിവാലിക് ആണ്. വളരെയധികം ഭൂകമ്പ സാധ്യത ഉള്ള പ്രദേശമായാണ് ശിവാലിക് കരുതപ്പെടുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ടിബറ്റൻ പ്ലാറ്റോ കാണാം. ഇൻഡസ്, സാങ്പോ, സ്യൂട്ട്, ഹിമാലയൻ, ഒറോഗോൺ, ഓക്കെ, ബേ ഓഫ് ബംഗാൾ, ഇന്ത്യൻ പെനിൻസുലാർ ഹൈലാൻഡ്സ്. ഓക്കെ, ശിവാലിക് പർവ്വതത്തിന് ലംബമായി കാണപ്പെടുന്നതും നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകൾ ഡ്യൂണുകൾ എന്നറിയപ്പെടുന്നു. ശിവാലിക് പർവ്വതത്തിന് ലംബമായി കാണപ്പെടുന്നതും, ലംബം എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ അല്ലേ, നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകൾ ഡ്യൂണുകൾ എന്നറിയപ്പെടുന്നു. ഡെറാഡൂൺ, കൽക്കാഡൂൺ, പാട്ലി ഡൂൺ, കോട്ട്ലി ഡൂൺ എന്നിവ ശിവാലിക്കിലെ പ്രസിദ്ധമായ ഡൂണുകളാണ്. ഡെറാഡൂൺ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡൂണ്. ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡൂണ്? ഡെറാഡൂൺ. നീളം എത്രയാണ്? 35 to 45 കിലോമീറ്റർ ആണ്. ഓക്കെ, വീതി 22 to 25 കിലോമീറ്റർ ആണ്. ആസാം, അരുണാചൽ മേഖലകളിൽ ശിവാലിക് തീർത്തും ദുർബലമാകുന്ന ഭാഗത്ത് ഇവ ദ്വാർ എന്നറിയപ്പെടുന്നു. ആസാം, അരുണാചൽ മേഖലകളിൽ ശിവാലിക് തീർത്തും ദുർബലമാകുന്ന ഭാഗത്ത് ഇവദ്വാർ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, പഞ്ചാബ് ഹിമാലയാസ് ബിറ്റ്വീൻ ഇൻഡസ് സത്ലജ് റിവേഴ്സ്. ഓക്കെ, കുമാവോൺ ഹിമാലയാസ് ബിറ്റ്വീൻ സത്ലജ് ആൻഡ് കാളി ഓർ ഷാർദ റിവേഴ്സ്. നേപ്പാൾ ഹിമാലയാസ് ബിറ്റ്വീൻ കാളി ഓർ ഷാർദ ആൻഡ് ടീസ്റ്റ റിവേഴ്സ്. ആസാം ഹിമാലയാസ് ബിറ്റ്വീൻ ടീസ്റ്റ ആൻഡ് ദിഹാങ് ഓർ ഷിയാങ് റിവേഴ്സ്. ഓക്കെ, പഞ്ചാബ് ഹിമാലയം സിന്ധു നദി മുതൽ സത്ലജ് നദി വരെയുള്ള ഭാഗമാണ് പഞ്ചാബ് ഹിമാലയ. സിന്ധു നദി മുതൽ സത്ലജ് നദി വരെയുള്ള ഭാഗമാണ് പഞ്ചാബ് ഹിമാലയം. കുമയൂൺ ഹിമാലയം സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഭാഗമാണ് കുമയൂൺ ഹിമാലയം. നേപ്പാൾ ഹിമാലയം കാളി നദിക്കും ടീസ്റ്റ നദിക്കും ഇടയിലുള്ള ഭാഗമാണ് നേപ്പാൾ ഹിമാലയം. ഓക്കെ, ആസാം ഹിമാലയം ടീസ്റ്റ നദിക്കും
ബ്രഹ്മപുത്ര നദിക്കും ഇടയിലുള്ള ഭാഗമാണ് ആസാം ഹിമാലയം. നേപ്പാൾ ഹിമാലയം കാളി നദിക്കും ടീസ്റ്റ നദിക്കും ഇടയിലുള്ള ഭാഗം. ഓക്കെ. കിഴക്കൻ മലനിരകൾ ഓർ പൂർവാച്ചൽ. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളാണ് കിഴക്കൻ മലനിരകൾ ഓർ പൂർവാച്ചൽ. ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയായി നിലകൊള്ളുന്ന പർവ്വതനിര ഏതാണ്? പൂർവാച്ചലാണ്. ഇന്ത്യയെ മ്യാൻമറുമായി വേർതിരിക്കുന്ന പർവ്വതനിര ഏതാണ്? പൂർവാച്ചലാണ്. ഈസ്റ്റേൺ ഹിൽസ് എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? കിഴക്കൻ മലനിരകൾ ഓർ പൂർവാച്ചൽ. ഓക്കെ. പത്കായ് ബൂം അരുണാചൽ പ്രദേശിലാണ്. പത്കായ് ബൂം ഉള്ളത് അരുണാചൽ പ്രദേശിൽ. ഇന്ത്യക്കും മ്യാൻമറിനും ഇടയിൽ അരുണാചൽ പ്രദേശ്. ഓക്കെ. അന്താരാഷ്ട്ര അതിഥിയായി നിലകൊള്ളുന്ന പർവ്വത ഭാഗം ഏതാണ്? പത്കായ് ബൂമാണ്. ഇന്ത്യക്കും മ്യാൻമറിനും ഇടയിൽ അന്താരാഷ്ട്ര അതിർത്തിയായി നിലകൊള്ളുന്ന പർവ്വത ഭാഗം പത്കായ് ബൂം. നാഗ കുന്നുകൾ എവിടെയാണുള്ളത്? നാഗാലാൻഡിലാണുള്ളത്. മീസോ കുന്നുകൾ ഓർ ലൂഷായ് കുന്നുകൾ. മീസോ കുന്നുകൾ ഓർ ലൂഷായ് കുന്നുകൾ എവിടെയാണുള്ളത്? മിസോറാമിലാണുള്ളത്. ഖാസി, ഗാരോ, ജയന്തിയ കുന്നുകൾ എവിടെയാണുള്ളത്? മേഘാലയയിലാണുള്ളത്. ഈ പർവ്വത നിരകളുടെ താഴ്വരകളിൽ ധാരാളം മഴ ലഭിക്കുന്നു. തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ ബംഗാൾ ഉൾക്കടൽ ശാഖയിൽ നിന്നാണ് പൂർവാച്ചൽ മേഖലകളിൽ മഴ ലഭിക്കുന്നത്. നിരവധി ഗോത്ര വിഭാഗങ്ങൾ അധിവസിക്കുന്ന മേഖലയാണിത്. മൊളാസസ് തടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? മിസോറാമാണ്. മൊളാസസ് തടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മിസോറാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻറാം, ചിറാപുഞ്ചി എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഖാസി കുന്നുകളുടെ താഴ്വരയിലാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻറാം, ചിറാപുഞ്ചി എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഖാസി കുന്നുകളുടെ താഴ്വരയിലാണ്. ഇന്ത്യയിൽ 1000 സെന്റിമീറ്ററിൽ അധികം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണിവ. ചിറാപുഞ്ചിയുടെ പുതിയ പേര് സോഹ്റയാണ്. സോഹ്റ. കേരളത്തിലെ ചിറാപുഞ്ചി എവിടെയാണ്? ലക്കിടിയാണ്. കേരളത്തിലെ ചിറാപുഞ്ചി ഏതാണ്? ലക്കിടി. ലക്കിടി. ദക്ഷിണേന്ത്യയിലെ ചിറാപുഞ്ചി അഗുംബയാണ്. അഗുംബ. അഗുംബെ, കർണാടക. കേരളത്തിലെ ചിറാപുഞ്ചി ലക്കിടി, ദക്ഷിണേന്ത്യയിലെ ചിറാപുഞ്ചി അഗുംബെ, കർണാടക. ഇന്ത്യയിൽ ഏറ്റവും അധികം നിത്യഹരിത വനങ്ങൾ അഥവാ മഴക്കാടുകൾ കാണപ്പെടുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് പൂർവാച്ചൽ മേഖല. ധാരാളം സസ്യജാലങ്ങളും വന്യജീവി സമ്പത്തുമുള്ള മേഖലയാണിത്. പൂർവാച്ചൽ മേഖലയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ലോക്തക് തടാകം. ചുരങ്ങൾ ഓർ പാസസ്. ഓക്കെ. ഉയരമേറിയ പർവ്വതങ്ങൾക്ക് കുറുകെ മുറിച്ചു കടക്കുന്നതിന് അനുയോജ്യമായ വിടവുകളാണ് ചുരങ്ങൾ. ചുരങ്ങളുടെ നാട് ഏതാണ്? ലഡാക്കാണ്. ഉയരമേറിയ പർവ്വതങ്ങൾക്ക് കുറുകെ മുറിച്ച് കടക്കുന്നതിന് അനുയോജ്യമായ വിടവുകളാണ് ചുരങ്ങൾ. ചുരങ്ങളുടെ നാട് ലഡാക്ക്. ഓക്കെ. ചുരങ്ങളും ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളാണ് പഠിക്കുന്നത്. ലിപുലേഖ് ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരാഖണ്ഡ്, ടിബറ്റ്. ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നത് ലിപുലേഖാണ്. ലിപുലേഖ്. ഷിപ്കില ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും. ഹിമാചൽ പ്രദേശ്, ടിബറ്റ്. ലിപുലേഖ് ഉത്തരാഖണ്ഡ്, ടിബറ്റ്. സോജില പാസ് ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ശ്രീനഗറും കാർഗിലുമാണ്. ശ്രീനഗർ ആൻഡ് കാർഗിൽ. നാഥുല ബന്ധിപ്പിക്കുന്നത് സിക്കിമിനെയും ടിബറ്റിനെയും. അപ്പൊ നാഥുല സിക്കിം ആൻഡ് ടിബറ്റ്, ഷിപ്കില ഹിമാചൽ പ്രദേശ്, ടിബറ്റ്, ലിപുലേഖ് ഉത്തരാഖണ്ഡ്, ടിബറ്റ്, സോജില ശ്രീനഗർ, കാർഗിൽ. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. വിൽ സീ ഇൻ നെക്സ്റ്റ് വീഡിയോ.